കാവ്യാമൃതം കാവ്യാമൃതം കാവ്യാമൃതം. ഉത്ഥാനത്തിന് ശേഷം ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ആദ്യം അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. ഈശോയുടെ വാക്കുകൾ കേട്ട ശിഷ്യന്മാർക്ക് അത്ഭുതവും ആഹ്ലാദവും ഉണ്ടായി. ഈശോ തൻ്റെ സാന്നിധ്യം കൊണ്ടും വാക്കുകൾ കൊണ്ടും ശിഷ്യന്മാർക്ക് നൽകിയത് സമാധാനമാണ്. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ. എല്ലാവർക്കും നൽകേണ്ടത് സമാധാനമാണ് എന്നാണ് അവിടുന്ന് പറഞ്ഞത്. ഈശോയുടെ സാന്നിധ്യം ശിഷ്യന്മാർക്ക് സമാധാനമുണ്ടാക്കി. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലരുടെയും സാന്നിധ്യം ഭയവും ചിലർക്ക് അത് ആഹ്ലാദവും ഉണ്ടാക്കാറുണ്ട്. എൻ്റെ സാന്നിധ്യം ആർക്കൊക്കെയാണ് ആഹ്ലാദമുണ്ടാക്കുന്നത്, ആരിലൊക്കെയാണ് ഭയം ജനിപ്പിക്കുന്നത്, എൻ്റെ വാക്ക് അത് ആരെയെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടോ, സമാധാനം നൽകുന്നുണ്ടോ എന്ന് ഉത്ഥാനത്തിന് ശേഷമുള്ള ഈ കാലത്ത് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഈശോയുടെ വാക്കുകളെല്ലാം തന്നെ വാക്കിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു എന്ന് നമുക്കറിയാം. വാവിട്ട വാക്ക്, കൈവിട്ട കല്ല്, ഇത് രണ്ടും നമുക്ക് തിരിച്ചെടുക്കാനാവില്ല എന്നാണല്ലോ നമ്മുടെ പഴമൊഴി. യഥാർത്ഥത്തിൽ നല്ല വാക്ക് വരുന്നത് ഈശോ പറഞ്ഞു നിൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. നിൻ്റെ ഹൃദയത്തിൽ നിന്നും നീ ഉരുവിടുന്നത് മധുരമൊഴിയാണെങ്കിൽ അത് കേൾവിക്കാരനിൽ ആഹ്ലാദവും സന്തോഷവും സമാധാനവും ഉണ്ടാക്കും. മറിച്ച് നിൻ്റെ വാക്കുകൾ അനേകർക്ക് ഇടർച്ചയുണ്ടാക്കുന്നുവെങ്കിൽ അതൊരു പൊതുസമൂഹത്തിന് ഏറെ ഇടർച്ചയുണ്ടാക്കുന്നുവെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. നമ്മുടെ വാക്കുകൾ നമുക്ക് സമാധാനമുണ്ടാക്കട്ടെ. കാവ്യാമൃതത്തിൻ്റെ ഈ പുതിയ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്ന ഈ ഗാനത്തിലെ വരികൾ അത് കേൾവിക്കാരനിൽ സന്തോഷവും സമാധാനവും ഭക്തിയും പ്രാർത്ഥനയുമാകും എന്ന് നമുക്കറിയാം. കാവ്യാമൃതത്തിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈശോ ഉത്ഥാനശേഷം ശിഷ്യന്മാരോട് പറഞ്ഞ അവസാന വാക്ക് ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്നാണ്. ഈശോയുടെ സാന്നിധ്യം ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അനുഭവിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരുവൻ്റെയും ഏറ്റവും വലിയ ആശ്വാസം. എന്നോടൊപ്പം ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും ഈശോയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നു എന്നുള്ളത് ഒരു സാധാരണ ക്രൈസ്തവ വിശ്വാസിയുടെ ആത്മവിശ്വാസമാണ്. എൻ്റെ കണ്ണുകളിൽ ഈറനണിയുമ്പോൾ, കാഴ്ച മങ്ങുമ്പോൾ, എൻ്റെ വഴികളൊക്കെ ഇരുളടഞ്ഞതാണ് എന്ന് എനിക്ക് തോന്നുമ്പോൾ പോലും എൻ്റെ മുമ്പിൽ എനിക്ക് കാഴ്ചവെട്ടവുമായി എൻ്റെ നാഥനുണ്ട് എന്നുള്ള ഏറ്റവും വലിയ തിരിച്ചറിവ്, അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വലിയ കരുത്താണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പലതും നമുക്ക് ഉദ്ദേശിച്ച സമയത്ത് നടക്കുന്നില്ല എന്ന് വരുമ്പോൾ തളർന്നു പോകുന്ന മനസ്സാണ് നമ്മുടേത്. സാധാരണ മനുഷ്യൻ്റെ മനസ്സതാണ്. എന്നാൽ തീരം വളരെ അകലെയാണ് എന്ന് തിരിച്ചറിയുമ്പോഴും ശരീരം ബലഹീനമാകുമ്പോഴും തളർന്നു പോകാതെ തമ്പുരാനിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള, വിശ്വസിക്കുവാനുള്ള വലിയ കരുത്ത് മനോഹരമായ ഒരു ഗാനത്തിൽ ഒളിച്ചു വച്ചിട്ടുണ്ട്. ദൈവം നിന്നോടുകൂടെ എന്ന് അടുത്ത കാലത്തിറങ്ങിയ മനോഹരമായ സംഗീതാൽബത്തിൽ ഗോഡ്വിൻ വിക്ടർ എഴുതി ജോർജ് മാത്യു ഈണമിട്ട് മലയാളിയുടെ പ്രിയങ്കരിയായ ഗായിക ചിത്ര പാടിയ
മിഴി നിറഞ്ഞു എന്ന അതിമനോഹരമായ ഗാനം ഇന്ന് നമുക്ക് വേണ്ടി ആലപിക്കുന്നത് സെലിനാണ്.
കാവ്യാമൃതം. 1970-കൾ ക്രൈസ്തവ ഭക്തിഗാനത്തിൻ്റെ വസന്തകാലമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒട്ടേറെ കലാകാരന്മാർ മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ച നാളുകളാണത്. പ്രശസ്ത സംഗീതജ്ഞനായ കോട്ടയം ജോയിയുടെ മികച്ച ഗാനങ്ങൾ പിറന്നതും ഈ വർഷങ്ങളിലാണ്. രാജാക്കന്മാരുടെ രാജാവേ എന്ന സംഗീതാൽബത്തിന് വേണ്ടി കരിങ്കുന്നം ചന്ദ്രൻ എഴുതി കോട്ടയം ജോയി ഈണമിട്ട അതിമനോഹരമായ ഗാനമാണ് ആലയമുയർത്തി ദേവാലയമുയർത്തി എന്ന ഗാനം. വളരെ സുന്ദരമായ വരികളിലൂടെ കരിങ്കുന്നം ചന്ദ്രൻ അവതരിപ്പിക്കുന്നത് യേശു നഷ്ടപ്പെട്ട പരദീസ തേടിപ്പോകുന്ന ആയിരങ്ങൾക്ക് വെളിച്ചമാണ് എന്നാണ്. ലോകത്തിൻ്റെ പ്രകാശമാണ് ഞാൻ എന്ന ഈശോയുടെ വചനം മറ്റൊരു വഴികളിലൂടെ മറ്റൊരു വാക്കിലൂടെ കരിങ്കുന്നം ചന്ദ്രൻ അവതരിപ്പിക്കുകയാണ്. ആലയമുയർത്തി എന്ന മനോഹരമായ ഗാനം 1974 ഇറങ്ങിയ ഈ സംഗീതാൽബത്തിന് വേണ്ടി ആലപിച്ചത് കേരളത്തിൻ്റെ മലയാളിയുടെ അഭിമാനമായ ഡോക്ടർ കെ ജെ യേശുദാസാണ്. ഇന്ന് ഈ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നത് അന്ന ബേബിയാണ്.
രക്ഷയുടെ ഇടങ്ങൾ തേടി അലയുന്ന ആട്ടിൻപറ്റങ്ങളെ പോലെയാണ് മനുഷ്യരെന്ന് കവി പാടുമ്പോൾ എത്ര സുന്ദരമായ സങ്കല്പമാണതെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഈയൊരു പരക്കം പാച്ചിലിൽ ഈ രക്ഷ എവിടെയാണ് എന്ന് അറിയാതെ ഓടുന്ന ഈ ഓട്ടത്തിൽ ക്രിസ്തുവിലാണ് യഥാർത്ഥത്തിലുള്ള രക്ഷയെന്ന് കണ്ടെത്തുവാൻ കഴിയുന്നവർക്ക് മാത്രമാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ കഴിയുക. യഥാർത്ഥത്തിൽ ആ ഒരു വെളിപാട് നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിൽ നിന്ന് തന്നെയാണ്. അത് ക്രിസ്തു തെളിച്ച വഴിയിലൂടെ നാം പോകുമ്പോൾ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. കാവ്യാമൃതത്തിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ട ഗാനങ്ങൾ അത് ഈയൊരു വഴിയെ ഉള്ള നമ്മുടെ യാത്ര സുഗമമാക്കും എന്ന് നമുക്കറിയാം. യേശുവിലേക്ക് എത്തിച്ചേരുവാനുള്ള നമ്മുടെ യാത്രകളിൽ കാലിടറാതെ മനമിടിയാതെ മിഴികളിൽ ഇരുട്ട് പകരാതെ എല്ലാ തടസ്സങ്ങളും നീക്കി മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മുമ്പിൽ ദീപമായി തെളിയട്ടെ. ഈ പ്രാർത്ഥന പരസ്പരം പകർന്നുകൊണ്ട് കാവ്യാമൃതത്തിൻ്റെ ഈ എപ്പിസോഡ് ആസ്വദിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം മുഖരാം